നമസ്കാരം. 24 വാർത്താ പ്രഭാതത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. ഇന്ന് ഒക്ടോബർ 4 വെള്ളിയാഴ്ച, കന്നി 18. 100 ന്യൂസിൽ ആദ്യം പ്രധാന വാർത്തകൾ. പതിനഞ്ചാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വിവിധ വിഷയങ്ങളാൽ സഭ പ്രക്ഷുബ്ധമായ സാധ്യത. 9 ദിവസം മാത്രമാണ് സഭ നീണ്ടു നിൽക്കുന്നത്. വയനാട്, കോഴിക്കോട് ജില്ലകളിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് സഭ ഇന്നത്തേക്ക് പിരിയും. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ADGP വിവാദത്തിൽ സംസ്ഥാന നേതൃയോഗത്തിൽ ശക്തമായ വിമർശനം ഉയർന്നിരുന്നു. PV അൻവറിന്റെ പരാതിയിന്മേലുള്ള ഉന്നതതല സമിതി അന്വേഷണ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചേക്കും. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിലും PR വിവാദത്തിലും CPIMന്റെ വിശദീകരണം ഇന്നുണ്ടായേക്കും. വിവാദങ്ങൾ സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് വിശദമായി ചർച്ച ചെയ്യും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആഭിമുഖ്യത്തിന് PR ഏജൻസിയെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നതാണ് CPIM നിലപാട്. വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് ഇന്ന് ആദ്യ മത്സരം. രാത്രി 7:30 ദുബായിൽ നടക്കുന്ന മത്സരത്തിൽ എതിരാളികൾ ന്യൂസിലൻഡ്. ആദ്യ 11-ൽ ഇടം പ്രതീക്ഷിച്ച് മലയാളി താരങ്ങളായ സജന സജീവനും ആശാ ശോഭനയും. തിരുപ്പതി ലഡുവിൽ മായം ചേർത്ത നെയ്യ് ഉപയോഗിച്ചെന്ന ആരോപണത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഇന്ന് വീണ്ടും സുപ്രീം കോടതിയിൽ. ജസ്റ്റിസുമാരായ BR ഗവായ്, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. ഇന്നലെ ഹർജികൾ പരിഗണനയ്ക്കെടുത്തെങ്കിലും സോളിസിറ്റർ ജനറലിന്റെ ആവശ്യത്തെ തുടർന്ന് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ലഡാക്കിൽ വിമാനാപകടത്തിൽ 56 വർഷം മുമ്പ് മരിച്ച സൈനികൻ തോമസ് ചെറിയാന്റെ മൃതദേഹം ഇന്ന് ജന്മനാട്ടിലെത്തിക്കും. വിലാപയാത്രയായാണ് ജന്മനാടായ പത്തനംതിട്ട ഇലന്തൂരിലെത്തിക്കുക. ജ്യേഷ്ഠ സഹോദരപുത്രൻ താമസിക്കുന്ന വീട്ടിലാകും ആദ്യം എത്തിക്കുക. സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ്. ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുല്ല മേധാവി ഹസൻ നസ്രല്ലയുടെ സംസ്കാരം ഇന്ന് നടക്കും. നസ്രല്ലയുടെ വധത്തിനെതിരെ ലെബനനിലും ഇറാനിലും വൻ പ്രതിഷേധം. ഹസൻ നസ്രല്ലയുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്ത്രീകളടക്കം നിരവധി പേർ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. ഇറാനിലും 5 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരുന്നു. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. അന്തരിച്ച പ്രശസ്ത സിനിമാ നിർമ്മാതാവും മാതൃഭൂമി ഓൾ ടൈം ഡയറക്ടറുമായ PV ഗംഗാധരന്റെ ഓർമ്മ ദിനത്തിൽ സംഘടിപ്പിക്കുന്ന ദ്വിദിന ചലച്ചിത്ര ശില്പശാല ഈ മാസം 6-ന് സമാപിക്കും. ഗംഗാതരംഗം എന്നാണ് ശില്പശാലയുടെ പേര്. സമാപന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. ശില്പശാലയുടെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെടുന്ന മൈക്രോ സിനിമയ്ക്കുള്ള ഉപഹാരം സുരേഷ് ഗോപി സമ്മാനിക്കും. പാലക്കാട് തൃത്താലയിൽ കൊയ്യാറായ 200 ഏക്കറിലധികം വിരിപ്പ് കൃഷി വ്യാപകമായി നശിച്ചു. ഫംഗസ് രോഗബാധയും കാലാവസ്ഥാ വ്യതിയാനത്തെയും തുടർന്നാണ് കൃഷി നശിച്ചത്. ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാൻ സാധ്യതയില്ലാത്തതിനാൽ കർഷകർ ആശങ്കയിൽ. കോട്ടയം നഗരത്തിലെ 15 വാർഡുകളിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുന്നു. നാട്ടകം കുടിവെള്ള പദ്ധതി പ്രദേശം ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. ഫ്രാൻസിസ് ജോർജ് MP വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് ദേശീയപാത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയത്. കായലുകളിൽ ഉപ്പുവെള്ള ഭീഷണി ഉയർന്നതോടെ കുട്ടനാട്ടിലെ പലയിടങ്ങളിലും രണ്ടാം കൃഷി പ്രതിസന്ധിയിലായി. പല പാടശേഖരങ്ങളിലും രണ്ടാം കൃഷി 60 ദിവസം പിന്നിട്ടു. ആശങ്കയിൽ കർഷകർ. അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവലിന്റെ 2ാം പതിപ്പിന് കൊച്ചിയിൽ തുടക്കം. ഫെസ്റ്റിവൽ മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി ദർബാർ ഹാളിൽ ഈ മാസം 5 വരെയാണ് പ്രദർശനം. കവി പ്രഭാവർമ്മയ്ക്ക് സരസ്വതി സമ്മാൻ പുരസ്കാരം സമ്മാനിച്ചു. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന പ്രഭാസന്ധ്യ എന്ന ചടങ്ങിൽ ജ്ഞാനപീഠ ജേതാവായ ഡോക്ടർ ദാമോദർ മൗജോ പുരസ്കാരം സമ്മാനിച്ചു. ഗായകൻ KJ യേശുദാസ്, ചലച്ചിത്ര താരം മോഹൻലാൽ എന്നിവർ ഓൺലൈനിൽ ആശംസകൾ അറിയിച്ചു. 10ാമത് ചാലിയാർ റിവർ പാഡിലിന് ഇന്ന് നിലമ്പൂരിൽ തുടക്കമാകും. ചാലിയാറിനെ സംരക്ഷിക്കാനും ജലസാഹസിക വിനോദം പ്രോത്സാഹിപ്പിക്കാനുമായി നടത്തുന്ന ദീർഘദൂര കയാക്കിംഗ് യാത്രയാണ് ചാലിയാർ റിവർ പാഡിൽ. കേരള ടൂറിസം വകുപ്പ്, കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ എന്ന LDF സർക്കാരിന്റെ പ്രഖ്യാപിത നയത്തിന്റെ ഭാഗമായി നെയ്യാറ്റിൻകര SN ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ജില്ലാതല പട്ടയമേള റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ മുഖ്യാതിഥിയായി. നെയ്യാറ്റിൻകര MLA
അൻസലൻ ചടങ്ങിൽ അധ്യക്ഷനായി. പത്രപ്രവർത്തക പെൻഷൻ അവകാശ പെൻഷനാക്കി മാറ്റണമെന്ന് സീനിയർ ജേർണലിസ്റ്റ് ഫോറം കോഴിക്കോട് ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പെൻഷൻ ലഭിക്കുന്ന എല്ലാ മാധ്യമപ്രവർത്തകരെയും സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിൽ ഉൾപ്പെടുത്തണം. രവീന്ദ്രൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് VN ജയഗോപാൽ അധ്യക്ഷനായി. വർക്കലയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വെട്ടേറ്റ സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. വെട്ടൂർ സ്വദേശികളായ 3 മത്സ്യത്തൊഴിലാളികൾക്കാണ് വെട്ടേറ്റത്. കേരള സർവകലാശാലയിൽ 58 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു. വിജ്ഞാനാധിഷ്ഠിത സമൂഹം രൂപപ്പെടുത്താൻ സർവകലാശാലകളിലും കോളേജുകളിലും നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പുതിയ പദ്ധതി. കേരള സർവകലാശാലയിൽ ഇതിനോടകം ആരംഭിച്ച കേന്ദ്രീകൃത ലാബ് രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ചതാണെന്നും മന്ത്രി. ബേപ്പൂർ തുറമുഖത്തെ തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച വിഷയത്തിൽ പോർട്ട് ഓഫീസർ വിളിച്ച യോഗത്തിൽ തീരുമാനം. തൊഴിലാളികൾക്ക് ഈ മാസം 1 മുതൽ 2026 സെപ്റ്റംബർ 30 വരെ നിലവിലെ കൂലിയുടെ 10% വർധന ലഭിക്കും. ബിനാനിപുരം ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലിയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. ആലുവ ഡിവൈഎസ്പി TR രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കടലുണ്ടി പിഷാരിക്കൽ ദുർഗാദേവി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹത്തിനും നവരാത്രി ആഘോഷത്തിനും തുടക്കമായി. ക്ഷേത്രം തന്ത്രി ചിറമംഗലത്ത് മനക്കൽ നാരായണൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. നോവലിസ്റ്റ് പ്രൊഫസർ നാഥൻ ഉദ്ഘാടനം ചെയ്തു. ഡൽഹി ഗുഡ്ഗാവ് NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. NSS ഡൽഹി പ്രസിഡന്റ് MKG പിള്ള മുഖ്യാതിഥിയായി. NSS ഗുഡ്ഗാവ് ചെയർമാൻ KCGK പിള്ള അധ്യക്ഷനായി. കരയോഗം ഫാമിലി മെമ്പേഴ്സ് അവതരിപ്പിച്ച് തിരുവാതിര, ഗാനമേള എന്നിവ ശ്രദ്ധേയമായി. ജയ്പൂരിൽ നടന്ന റോയൽ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഇന്റർനാഷണൽ ഫാഷൻ ഷോ മത്സരത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 60-ലധികം മോഡലുകൾ പങ്കെടുത്തു. കുട്ടികളുടെ വിഭാഗത്തിൽ സെക്കൻഡ് റണ്ണറപ്പ്, ബെസ്റ്റ് ടാലന്റ് എന്നീ അവാർഡുകൾ കൊട്ടാരക്കര സ്വദേശി ദേവനന്ദ കരസ്ഥമാക്കി. കൊട്ടാരക്കര MGM RP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ദേവനന്ദ കുളക്കട ഉഷാ മന്ദിരത്തിൽ അനൂപ് S നായർ ആശാ ദമ്പതികളുടെ മകളാണ്. 4 നൂറ്റാണ്ടിലേറെ പ്രമേഹ ചികിത്സയിലും ഗവേഷണത്തിലും സമഗ്ര സംഭാവനകൾ നൽകിയ ഡോക്ടർ ജ്യോതിദേവിനെ ആദരിച്ചു. തമിഴ്നാട് പ്രമേഹ ചികിത്സകരുടെ സംഘടനയായ RSSI സാം GP മോസസ് ഒറേഷൻ നൽകിയാണ് ആദരിച്ചത്. ഗാന്ധി ജയന്തി ദിനത്തിൽ UK-യിൽ OICC തെരുവ് ശുചീകരണം നടത്തി. UK-ലെ ബോൾട്ടൺ കൗൺസിലുമായി ചേർന്ന് നടത്തിയ ശുചീകരണം OICC നാഷണൽ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഗാന്ധി സ്മൃതി സംഗമവും പുഷ്പാർച്ചനയും നടന്നു. OICC UK നാഷണൽ വൈസ് പ്രസിഡന്റ് സോണി ചാക്കോ, പ്രോഗ്രാം കോർഡിനേറ്റർ ആൻഡ് ഔദ്യോഗിക വക്താവ് റോമി കുര്യാക്കോസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സംസ്ഥാന ലഹരി വർജന സമിതിയുടെ നേതൃത്വത്തിൽ സാമൂഹ്യരംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ CWC ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഷാനിഫ ബീഗത്തിന് സ്വീകരണം നൽകി. 50 വർഷം പൂർത്തിയാക്കിയതിന് 50 സമിതികളുടെ 50 ഉപഹാരവും നൽകി. വനിതാ ശിശു വികസന ഡയറക്ടർ ഹരിത V കുമാർ IAS ഉദ്ഘാടനം ചെയ്തു. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് A റഷീദ്, സംസ്ഥാന ലഹരി വർജന സമിതി സെക്രട്ടറി റസൽ സബർമതി തുടങ്ങിയവർ പങ്കെടുത്തു. CPIM-ൽ ചേർന്നയാളെ കാപ്പ കേസ് പ്രതിക്കൊപ്പം മദ്യവുമായി പിടികൂടി. പത്തനംതിട്ട മലയാലപ്പുഴ മയിലാടുപാറയിലാണ് സംഭവം. ഓട്ടോ ഡ്രൈവർ കൂടിയായ സുധീഷാണ് പിടിയിലായത്. കാസർഗോഡ് റാണിപുരം വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണം നടത്തി. കാഞ്ഞങ്ങാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ K രാഹുൽ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് രാജപുരം സെയിന്റ് പയസ് കോളേജ്, KCYM, പനത്തടി ഫൊറോന എന്നിവയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനവും നടന്നു. കോഴിക്കോട് എഗരൂലിലെ സിറ്റി ഗേറ്റ് സ്റ്റേഷനിലേക്ക് പ്രകൃതിവാതകം നിറയ്ക്കാൻ പോകുന്ന ടാങ്കർ ലോറിയിലെ സിലിണ്ടറുകളിൽ നിന്ന് വാതക ചോർച്ച. 40 സിലിണ്ടറുകളിലാണ് ലോറിയിൽ ഉണ്ടായിരുന്നത്. നാട്ടുകാരെത്തി വാൽവടച്ചു. മലപ്പുറം ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന വാർഡുകളുടെ അതിർത്തി പുനർനിർണയവുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കുള്ള പരിശീലനം ആരംഭിച്ചു. LSGD ജോയിന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ വെച്ച് പരിശീലനം സംഘടിപ്പിച്ചത്. നിലമ്പൂർ, കാളികാവ്, വണ്ടൂർ, കൊണ്ടോട്ടി, അരീക്കോട്, മലപ്പുറം, പെരിന്തൽമണ്ണ ബ്ലോക്ക് പരിധിയിലെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരും സെക്ഷൻ ക്ലർക്കുമാരും ടെക്നിക്കൽ അസിസ്റ്റന്റുമാരും പങ്കെടുത്തു.
വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ നടത്തി. സമാപന സമ്മേളനം നഗരസഭാ കൗൺസിലർ ജുമാല ജലീൽ ഉദ്ഘാടനം ചെയ്തു. വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡും നഗരസഭാ കൗൺസിലർ വിതരണം ചെയ്തു. നിലമ്പൂരിൽ യുവാവിനെ വെട്ടേറ്റ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. സുഹൃത്തിന്റെ ഓട്ടോറിക്ഷ തടഞ്ഞുവെച്ച് കയ്യേറ്റം ചെയ്യുന്നത് കണ്ട് തടയാനെത്തിയ യുവാവിനാണ് വെട്ടേറ്റത്. മമ്പാട് പനയംകുന്ന് കാരക്കാടൻ ജഹ്ഫർ, പനയംകുന്ന് മടത്തിങ്ങൽ ഷിഹാബുദ്ദീൻ എന്നിവരാണ് അറസ്റ്റിലായത്. മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. തൃശൂർ നമ്പോർക്കാവ് ശ്രീ ദുർഗ കലാക്ഷേത്രവും മാനവ് സംഗീത വിദ്യാലയവും സംയുക്തമായി ഗാന്ധി ജയന്തി ദിനത്തിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനം വിതരണം ചെയ്തു. സ്വാമി നിഗമാനന്ദ തീർത്ഥപാദർ സമ്മാനം നൽകി. ക്ഷേത്രം പ്രസിഡന്റ് കെ രാമചന്ദ്രൻ, സതീഷ് മാനവ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി പ്രധാന അറിയിപ്പുകൾ. എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് വൈദ്യുതി മുടങ്ങും. രാവിലെ 8 മുതൽ 5 വരെയാണ് വൈദ്യുതി മുടങ്ങുക. തളിപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം ഇന്ന് രാവിലെ 11 മണിക്ക്. മുള്ളേരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മാത്തമാറ്റിക്സ് അധ്യാപക ഒഴിവ്. അഭിമുഖം ഇന്ന് രാവിലെ 11 മണിക്ക് സ്കൂളിൽ. കോഴിക്കോട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും എംപ്ലോയബിലിറ്റി സെന്ററിന്റെ നേതൃത്വത്തിൽ നിയുക്തി 2024 മെഗാ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന മേള തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റിയിലേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ ഫിസിയോതെറാപ്പിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 15. ആലുവ ഗവൺമെന്റ് ഗേൾസ് HSS കമൗൺസ് അധ്യാപക ഒഴിവ്. അഭിമുഖം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക്. അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി കൊല്ലം പെരുമൺ പേഴുംതുരുത്ത് ജങ്കാർ സർവീസ് ഇന്നുണ്ടാകില്ല. മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ സ്ഥാപിച്ച ശിവജിയുടെ പ്രതിമ രാഹുൽ ഗാന്ധി ഇന്ന് അനാച്ഛാദനം ചെയ്യും. നേരത്തെ സിന്ധുദുർഗിലുള്ള ശിവജിയുടെ പ്രതിമ തകർന്നു വീണത് സംസ്ഥാനത്തെ NDA സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. പ്രതിമ അനാച്ഛാദനത്തിലൂടെ വരുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് തുടക്കം കുറിക്കാനുള്ള ഒരുക്കത്തിലാണ് മഹാവികാസ് അഘാഡി സഖ്യം. വ്യാജ ജോലി വാഗ്ദാനത്തിൽ അകപ്പെട്ട് കംബോഡിയയിലെത്തി സൈബർ തട്ടിപ്പ് സംഘത്തിനായി പ്രവർത്തിക്കാൻ നിർബന്ധിതരായ 67 പേരെ കൂടി ഇന്ത്യൻ എംബസി രക്ഷപ്പെടുത്തി. ഇവരിൽ 39 പേർ ഇതിനകം ഇന്ത്യയിലെത്തിയതായും ബാക്കിയുള്ള 28 പേരെ ഉടൻ തിരിച്ചെത്തിക്കുമെന്നും ഇന്ത്യൻ എംബസി. ബംഗളൂരു നഗരത്തിൽ നിന്ന് 3 പാകിസ്ഥാൻ പൗരന്മാർ കൂടി അറസ്റ്റിൽ. കഴിഞ്ഞ 6 വർഷമായി വ്യാജ മേൽവിലാസവുമായി ബംഗളൂരുവിൽ കഴിഞ്ഞ പാകിസ്ഥാൻ പൗരനും കുടുംബവും അറസ്റ്റിലായതിന് പിന്നാലെയാണിത്. 15-ലധികം പേർ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് അനധികൃതമായി കടന്നതായാണ് സൂചന. 12 കേക്ക് സാമ്പിളുകളിൽ ക്യാൻസറിന് കാരണമാകുന്ന പദാർത്ഥങ്ങൾ കണ്ടെത്തിയതിന് പിന്നാലെ മുന്നറിയിപ്പുമായി കർണാടക സർക്കാർ. ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് കോട്ടൺ കാൻഡിയിലും ഗോബി മഞ്ചൂരിയനിലും റോഡമിൻ B ഉൾപ്പെടെയുള്ള കൃത്രിമ ഭക്ഷ്യനിറങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് മാസങ്ങൾക്ക് ശേഷമാണ് പുതിയ കണ്ടെത്തൽ. രാമേശ്വരം ദ്വീപിനും വൻകരയ്ക്കുമിടയിൽ തീവണ്ടി ഗതാഗതം പുനരാരംഭിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അവസാന ഘട്ടത്തിൽ. ഇന്ത്യയിലെ ആദ്യത്തെ വേർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽ പാലമായ പാമ്പൻ പാലത്തിന്റെ പരീക്ഷണ ലിഫ്റ്റിംഗ് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് വിജയകരമായി പൂർത്തിയാക്കി. വിള്ളലുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് 2022 ഡിസംബറിൽ അടച്ച 110 വർഷം പഴക്കമുള്ള കാൻഡിലിവർ പാലത്തിന് പകരമാണ് പുതിയ പാലം. 5 ഭാഷകൾക്ക് കൂടി ക്ലാസിക്കൽ ഭാഷാ പദവി നൽകി കേന്ദ്ര സർക്കാർ. മറാഠി, അസാമി, ബംഗാളി, പ്രാകൃത് ഭാഷകളെയാണ് പുതുതായി ഉൾപ്പെടുത്തിയത്. മലയാളം, തമിഴ് ഉൾപ്പെടെ 5 ഭാഷകൾക്ക് നേരത്തെ പദവി ലഭിച്ചിരുന്നു. ഒഡീഷ രാജ്ഭവൻ ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പിനുള്ള വാർ റൂമായി മാറിയെന്ന് BJP നേതാക്കളും അസം മുഖ്യമന്ത്രിയും മുൻ ഇന്ത്യൻ രാഷ്ട്രപതി വെങ്കയ്യ നായിഡുവും അടുത്തിടെ രാജ്ഭവൻ സന്ദർശിച്ചിരുന്നു. രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കേണ്ട രാജ്ഭവനെ നേതാക്കൾ കളങ്കപ്പെടുത്തുന്നതായും BJD. ചന്ദ്രയാൻ, ഗഗൻയാൻ, മംഗൾയാൻ എന്നീ ദൗത്യങ്ങൾക്ക് ശേഷം ശുക്രഗ്രഹത്തെ പഠിക്കാനുള്ള ദൗത്യത്തിനുള്ള അന്തിമഘട്ടത്തിലെത്തിയ ISRO. വീനസ് ഓർബിറ്റർ മിഷൻ 2028 മാർച്ച് 29 നടക്കുമെന്ന് ISRO. പേടകം വിക്ഷേപണത്തിന് ശേഷം 112 ദിവസം യാത്ര ചെയ്ത ശേഷമായിരിക്കും ശുക്രന്റെ ഭ്രമണപഥത്തിലെത്തുക. ശുക്രയാൻ 1 ദൗത്യത്തിന് 1236 കോടി രൂപയാണ് ചെലവ്.
പീഡനക്കേസിലെ പ്രതിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്ത 13 വിദ്യാർത്ഥികളെ പുറത്താക്കി ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ഒരു മാസത്തേക്കാണ് സസ്പെൻഷൻ. IIT ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ നവംബറിൽ ഉണ്ടായ സംഭവത്തിലെ പ്രതികളെ പിടികൂടാത്തതിനാലാണ് വിദ്യാർത്ഥികൾ സമരം ചെയ്തത്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രത്യേക ജനറൽ ബോഡി യോഗം വിളിച്ച് പ്രസിഡന്റ് PT ഉഷ ഒളിമ്പിക് അസോസിയേഷൻ CEO ആയി രഘുറാം അയ്യരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് യോഗം വിളിച്ചത്. നേരത്തെ CEO നിയമന നീക്കം എക്സിക്യൂട്ടീവ് കമ്മിറ്റി എതിർത്തിരുന്നു. രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച 12 iPhone 16 Pro Max ഫോണുകൾ ഡൽഹി വിമാനത്താവളത്തിൽ കസ്റ്റംസ് പിടികൂടി. 4 പേരെ കസ്റ്റഡിയിലെടുത്തു. 2 ദിവസം മുമ്പ് 26 iPhone 16 Pro Maxുമായി ഒരു യുവതിയെ കസ്റ്റംസ് പിടികൂടിയിരുന്നു. നാഗചൈതന്യയുടെയും സാമന്തയുടെയും വിവാഹമോചനത്തെക്കുറിച്ചുള്ള തെലങ്കാന മന്ത്രി കൊണ്ട സുരേഖയുടെ പരാമർശം ദേശീയ തലത്തിൽ ചർച്ചയാക്കി BJP. നടികളുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നതാണ് മന്ത്രിയുടെ വാക്കുകളെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് കുറ്റപ്പെടുത്തി. വിഷയത്തിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും മറുപടി പറയണമെന്നും കേന്ദ്രമന്ത്രി. ചെന്നൈ മെട്രോയുടെ 2ാം ഘട്ടത്തിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി. 63,000 കോടിയാണ് പദ്ധതിയുടെ ചെലവ്. നേരത്തെ പദ്ധതിക്ക് കേന്ദ്ര അംഗീകാരം നൽകണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചിരുന്നു. ഇനി രാജ്യാന്തര വാർത്തകൾ. ഗസയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 41,689 96,625 പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട്. വെസ്റ്റ് ബാങ്കിൽ ആക്രമണം കടുപ്പിച്ചു ഇസ്രായേൽ. റഷ്യൻ റഡാർ സ്റ്റേഷനിലേക്ക് യുക്രൈൻ മിസൈൽ ആക്രമണം. എയ്റോ ഡൈനാമിക് ബാലിസ്റ്റിക് മിസൈലുകളെ ട്രാക്ക് ചെയ്യാനുള്ള റഷ്യൻ സംവിധാനം തകർക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് യുക്രൈൻ. ക്രാത്തോൺ ചുഴലിക്കാറ്റ് തായ്വാനിൽ കരതൊട്ടു. കനത്ത മഴയിൽ 2 പേർക്ക് ദാരുണാന്ത്യം. 123 പേർക്ക് പരിക്ക്. വിമാന സർവീസുകൾ റദ്ദാക്കി. നൈജീരിയയിൽ ബോട്ട് മറിഞ്ഞ അപകടം. 60 പേർ കൊല്ലപ്പെട്ടു. 160 പേരെ രക്ഷപ്പെടുത്തി. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും പോളിയോ കേസുകൾ വർദ്ധിക്കുന്നു. ഒരാഴ്ചക്കിടെ രോഗം സ്ഥിരീകരിച്ചത് 26 പേർക്ക്. ഹിസ്ബുല്ല നേതാവ് ഹസൻ നസ്രല്ലയുടെ മരണത്തിന് പിന്നാലെ ഇറാഖിൽ 100ഓളം നവജാത ശിശുക്കൾക്ക് നസ്രല്ല എന്ന് നാമകരണം ചെയ്തു. കൊല്ലപ്പെട്ട ഹിസ്ബുല്ല നേതാവ് ഹസൻ നസ്രല്ലയോടുള്ള ബഹുമാനാർത്ഥമാണ് ശിശുക്കൾക്ക് ഈ പേര് നൽകിയതെന്ന് റിപ്പോർട്ട്. ഫ്രഞ്ച് സംസാരിക്കുന്ന രാജ്യങ്ങളുടെ സമ്മേളനത്തിന് തുടക്കമായി. ഫ്രാങ്കോഫോൺ സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ 33 വർഷത്തെ ഫ്രാൻസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. നാറ്റോ മേധാവി മാർക്ക് റൂട്ടെ യുക്രൈൻ സന്ദർശിച്ചു. റഷ്യയുമായുള്ള യുദ്ധത്തിൽ പിന്തുണ വാഗ്ദാനം ചെയ്തു. നാറ്റോ മേധാവിയായി അധികാരമേറ്റ ശേഷമുള്ള ആദ്യ യുക്രൈൻ സന്ദർശനമാണിത്. NGOകൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് വിദേശ ധനസഹായം സ്വീകരിക്കുന്ന ഗ്രൂപ്പുകൾക്കെതിരെ ക്രിമിനൽ കേസെടുത്ത ഹംഗറിക്കെതിരെ നടപടിയുമായി യൂറോപ്യൻ യൂണിയൻ. മൗലികാവകാശങ്ങളുടെ ലംഘനമെന്ന വിമർശനവുമായി യൂറോപ്യൻ യൂണിയൻ. ബിസിനസ് വാർത്തകളിലേക്ക്. വിവിധ ഉൽപ്പന്നങ്ങൾക്ക് ഇക്കോ മാർക്ക് നൽകുന്നതിനുള്ള തീരുമാനവുമായി കേന്ദ്ര സർക്കാർ. പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം. നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ വരെ ഇനി പ്രത്യേക ഇക്കോ മാർക്കോട് കൂടിയാകും വിപണിയിലെത്തുക. ഇന്ത്യയുടെ ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസായ UPI വഴിയുള്ള പ്രതിദിന ശരാശരി ഇടപാടുകളുടെ എണ്ണത്തിൽ വർധന. സെപ്റ്റംബറിൽ മാത്രം 1,504 കോടിയുടെ ഇടപാടുകൾ നടന്നതായി വിവരം. ഇന്ത്യ ജപ്പാൻ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നു. നടപടി നയതന്ത്ര ബന്ധത്തിന്റെ 70ാം വാർഷികത്തിന്റെ ഭാഗമായി. കിയ കാർണിവൽ EV9 വിപണിയിൽ അവതരിപ്പിച്ച കമ്പനി. 63.9 ലക്ഷം രൂപയാണ് കാറിന്റെ വില. വീഡിയോ കമ്മ്യൂണിക്കേഷൻസ് കമ്പനിയായ സൂം ഇന്ത്യയിൽ സൂം ഫോൺ സേവനം ആരംഭിച്ചു. നിലവിൽ മഹാരാഷ്ട്രയിലാണ് സേവനങ്ങൾ ലഭ്യമാകുക. കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, മുംബൈ, ഡൽഹി എന്നിവ ഉൾപ്പെടെയുള്ള മറ്റ് ടെലികോം സർക്കിളുകളിലേക്കും വരും മാസങ്ങളിൽ സേവനം വ്യാപിപ്പിക്കുമെന്ന് കമ്പനി. ഇന്ത്യയിലേക്കുള്ള ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരെന്ന സ്ഥാനം തിരിച്ചുപിടിച്ചു റഷ്യ. സെപ്റ്റംബറിൽ ഇന്ത്യയിലേക്കുള്ള പ്രതിദിന എണ്ണ കയറ്റുമതി 11.5% വർധനയോടെ 1.79 ദശലക്ഷം ബാരലായി. ഓഗസ്റ്റിൽ ഇത് 1.61 ദശലക്ഷം ബാരലായിരുന്നു. നോക്കാം കായിക വാർത്തകൾ. വനിതാ T20 ലോകകപ്പിൽ ആദ്യ ജയം ബംഗ്ലാദേശിന്. സ്കോട്ട്ലൻഡിനെ 16 റൺസിന് തോൽപ്പിച്ചു. ബംഗ്ലാദേശിന് 119 റൺസ് പിന്തുടർന്ന സ്കോട്ട്ലൻഡിന് 7 വിക്കറ്റിന് 103 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. വനിതാ T20 ലോകകപ്പിൽ പാകിസ്ഥാന് ജയത്തുടക്കം. ശ്രീലങ്കയെ 31 റൺസിന് തോൽപ്പിച്ചു. പാകിസ്ഥാന് 116 റൺസ് പിന്തുടർന്ന ശ്രീലങ്കയ്ക്ക് 9 വിക്കറ്റ് നഷ്ടത്തിൽ 85 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ.
2020 ലോകകപ്പിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക മുൻ ചാമ്പ്യന്മാരായ വെസ്റ്റ് ഇൻഡീസിനെ നേരിടും. മത്സരം ഉച്ചതിരിഞ്ഞ് 3:30 ദുബായ്. നേഷൻസ് ലീഗ് മത്സരങ്ങൾക്കുള്ള ഫ്രാൻസ് ടീമിനെ പ്രഖ്യാപിച്ചു. പരിക്കലട്ടുന്ന നായകൻ കിലിയൻ എംബാപ്പയെ ഒഴിവാക്കി. ചെൽസി താരം ക്രിസ്റ്റഫർ എൻകുക്കു ടീമിൽ. യുവേഫ നേഷൻസ് ലീഗ് മത്സരങ്ങൾക്കുള്ള ടീമിനെ പ്രഖ്യാപിച്ച് ജർമ്മനി. ചെറിയ ഇടവേളയ്ക്ക് ശേഷം അന്റോണിയോ റൂഡിഗർ തിരിച്ചെത്തി. ജമാൽ മുസിയാല, ജോഷുവ കിമിച്ച് തുടങ്ങിയ താരങ്ങളെല്ലാം ടീമിലുണ്ട്. ISL നിന്ന് FC ഗോവ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോരാട്ടം. രാത്രി 7:30 ഗോവ ഫത്തോഡ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇറാനി ട്രോഫി ക്രിക്കറ്റിൽ മുംബൈക്കെതിരെ ലീഡ് ലക്ഷ്യമിട്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യ ടീം ഇന്നിറങ്ങും. മുംബൈയുടെ 537 റൺസ് പിന്തുടരുന്ന റെസ്റ്റ് ഓഫ് ഇന്ത്യ 4-ാം ദിനം ബാറ്റിംഗ് പുനരാരംഭിക്കുക. 4-ന് 289 എന്ന നിലയിൽ 151 റൺസുമായി അഭിമന്യു ഈശ്വരനും 30 റൺസോടെ ധ്രുവ് ജൂറിലുമാണ് ക്രീസിൽ. ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡിന്റെ വാർഷിക കരാർ നിരസിച്ച സ്പിന്നർ തബ്രേസ് ഷംസി. ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഷംസിയുടെ നടപടി. ഫുട്സാൽ ലോകകപ്പിൽ അർജന്റീന ബ്രസീൽ സ്വപ്ന ഫൈനൽ. സെമിയിൽ അർജന്റീന ഫ്രാൻസിനെയും ബ്രസീൽ യുക്രൈനെയും തോൽപ്പിച്ചു. മറ്റന്നാളാണ് ഫൈനൽ. ബോബി ഡിയോൾ, പൂജ ഹെഗ്ഡെ, മമിത ബൈജു, ഗൗതം വാസുദേവ് മേനോൻ തുടങ്ങിയവർക്ക് പിന്നാലെ പ്രിയാമണിയും ദളപതി 69 ഭാഗമാകും. സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. പ്രിയാമണിയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പോസ്റ്ററും പുറത്തുവിട്ടു. ഇനി ലേറ്റസ്റ്റ് ന്യൂസ്. ഉത്തർപ്രദേശിലെ അമേഠിയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ വെടിവെച്ചു കൊന്നു. ഭാര്യയെയും ഭർത്താവിനെയും 2 മക്കളെയുമാണ് വെടിവെച്ചു കൊന്നത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഉത്തർപ്രദേശിലെ രപ്തി നദി കരകവിഞ്ഞു. 29ഓളം ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായി. നിരവധി പേരെ മാറ്റിപ്പാർപ്പിച്ചു. ബറേലി പടക്ക നിർമ്മാണ ഫാക്ടറിയിൽ സ്ഫോടനത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. ആസിൻഗേറ്റി റുവാണ്ടയിൽ മാർബർഗ് ഹെമറാജിക് പനി. മരണങ്ങൾ ഉയരുന്നു. മരണം സംഖ്യ 11ആയി. 36 പേർ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. നേപ്പാളിൽ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും മരിച്ചവരുടെ എണ്ണം 236ആയി. 173 പേർക്ക് പരിക്കേറ്റതായി നേപ്പാൾ ഭരണകൂടം. US ഹെലിൻ ചുഴലിക്കാറ്റിൽ മരിച്ചവരുടെ എണ്ണം 200ആയി. പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമല ഹാരിസും കൊടുങ്കാറ്റ് നാശം വിതച്ച സംസ്ഥാനങ്ങൾ സന്ദർശിച്ചു. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു.